ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP4 ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട്. ഇന്നത്തെ വീഡിയോയിൽ എന്താ നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ മത്സരമായ നമ്മുടെ ഡൽഹി വേഴ്സസ് SRH ഉള്ള മത്സരത്തിൻ്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും ആണ്. അപ്പോൾ മാച്ച് നമ്പർ 10 ആണ് മത്സരം നടക്കുന്നത്. 30-ാം തീയതി കൃത്യം 3:30 അതായത് സൺഡേ ആണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മത്സരം നടക്കുന്നത് ഡോക്ടർ YS രാജശേഖർ റെഡ്ഡി വിശാഖപട്ടണത്തിലുള്ള സ്റ്റേഡിയത്തിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. അപ്പോൾ ഈ ഒരു മത്സരത്തിൻ്റെ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് മുന്നേ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് നിങ്ങൾ കയറി ജോയിൻ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇവിടെയാണ് നമ്മൾ ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ കുറേ ആപ്ലിക്കേഷൻസ് അപ്ഡേറ്റും അതുപോലെ തന്നെ ഫ്രീ ഗീവേഴ്സും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. സോ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാനുള്ള ടിപ്സും ട്രിക്സും കാര്യങ്ങളൊക്കെ ഞാനിവിടെ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരാം. അപ്പോൾ മാച്ച് നമ്പർ 10 ആണ് ഇന്ത്യൻ പ്രീമിയർ ലീഗ്. 30-ാം തീയതിയാണ് 3:30 പറഞ്ഞത്. ഇന്നത്തെ ദിവസം 2 മത്സരം നടക്കേണ്ട. അടുത്ത മത്സരം നമ്മുടെ CSK വേഴ്സസ് രാജസ്ഥാനാണ്. വീഡിയോ ചാനലുണ്ടാവും, ചെക്കൗട്ട് ചെയ്യുക. ദെൻ പിച്ച് റിപ്പോർട്ടിനെ പറ്റി പറയുന്ന സമയത്ത് ഒരു ബാറ്റിംഗ് ഫ്രണ്ട്ലി പിച്ചാണ്. അതുപോലെ തന്നെ ബൗൺസ് ആകും, ഗുഡ് ബൗൺസ് ആണ്. സോ ബൗൺസ് ആകുന്ന സമയത്ത് എന്താ സംഭവിക്കുക, നമുക്ക് ബോൾ വരുന്ന സമയത്ത് ഇങ്ങനെ ബൗൺസ് ആകുമ്പോൾ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സിക്സ് പോവും, ചിലപ്പോൾ ബൗണ്ടറി ക്യാച്ച് പോവും. അത്രേ ഉള്ളൂ, സംഭവമാണ്. അതുപോലെ തന്നെ സ്പിന്നേഴ്സ് ബിക്കം എഫക്റ്റ് ചെയ്ത പ്രോസസ്. ഈ ഒരു മിഡിൽ ഓവേഴ്സിലും അതുപോലെ തന്നെ സ്പിന്നേഴ്സിന് ഇവിടെ ചില സമയത്ത് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ സെക്കൻഡ് ഇന്നിങ്സ് ചിലപ്പോൾ ബാറ്റിങ്സിന് ഹെൽപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റീസും ഉണ്ട്. സെക്കൻഡ് ബാറ്റ് ചെയ്യുന്ന ടീംസിന് കുറച്ചുകൂടെ ബാറ്റിംഗ് ഹെൽപ്ഫുൾ ആവാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഹൈ സ്കോറിംഗ് വെന്യൂ, ബാലൻസ്ഡ് ഓപ്പർച്യൂണിറ്റി ഫോർ ബാറ്റിംഗ് ആൻഡ് ബോളേഴ്സ്. ഈ ഒരു പിച്ച് എന്ന് പറഞ്ഞാൽ ഹൈ സ്കോറിംഗ് വെന്യൂ ആണ്. അതായത് നല്ല രീതിയിൽ സ്കോർ ആവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ഈക്വലി ബാറ്റിംഗ് ആൻഡ് ബൗളിങ്ങിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൗണ്ട് കൂടിയാണ് നമ്മുടെ ഈ ഒരു പിച്ച് എന്ന് പറയുന്നത്. സോ ഗ്രൗണ്ട് സ്റ്റാറ്റ്സിനെ പറ്റി പറയുന്ന സമയത്ത് ഓവറോൾ 16 മത്സരങ്ങളാണ് ഈ ഒരു ഗ്രൗണ്ടിൽ നടന്നിട്ടുള്ളത്. 165+ ആണ് ആവറേജ് സ്കോറായിട്ട്. മിനിമം 165 റൺസിൻ്റെ മുകളിലോട്ട് പോകുമെന്നാണ് പറയുന്നത്. ഫസ്റ്റ് ബാറ്റിംഗ് 8 ടീമും സെക്കൻഡ് ബാറ്റിംഗ് 8 ടീമുമാണ് വിൻ ചെയ്തിട്ടുള്ളത്. ഞാൻ അപ്പോഴേ പറഞ്ഞു സെക്കൻഡ് ബാറ്റിങ്ങിന് കുറച്ചുകൂടെ ബാറ്റിംഗ് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കുന്നത്. സോ അതൊന്നും നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ട ഒരു പോയിന്റാണ്. സ്കോറിംഗ് പാറ്റേൺസ് നോക്കുന്ന സമയത്ത് ബിലോ 150 റൺസ് 6 മത്സരങ്ങളാണ്. അതുപോലെ തന്നെ 150 to 169, അതായത് 170 റൺസ് വരെ ഒരു 2 മത്സരങ്ങളെ പോയിട്ടുള്ളൂ. 170 to 189 3 മത്സരങ്ങൾ പോയിട്ടുണ്ട്. എബോവ് 195 മാച്ചസും പോയിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും ഒരു 165 എബോവ് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ഓവറോൾ വിക്കറ്റ് ടേക്കിംഗ് നോക്കുന്ന സമയത്ത് ഫാസ്റ്റ് ബൗളേഴ്സാണ് 93 വിക്കറ്റ്സ് എടുത്തിട്ടുള്ളത്. സ്പിന്നേഴ്സ് 49 വിക്കറ്റ് മാത്രമാണ് ഇവിടെ ഈ ഒരു ഗ്രൗണ്ടിൽ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രോബബിളി കളിക്കാൻ ചാൻസ് ഉള്ള ഇരു ടീമിത്തെയും പ്ലെയേഴ്സിനെ പറ്റിയാണ് ഇനി നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മുടെ ഡൽഹിയിലത്തെ പ്ലെയേഴ്സിനെ നോക്കാം. ഫാഫ് ഡുപ്ലിസി, അതുപോലെ തന്നെ ഫ്രൻസർ, അതുപോലെ തന്നെ അഭിഷേക് പോരൽ, ദെൻ അതുപോലെ തന്നെ KL രാഹുൽ, അതുപോലെ തന്നെ ട്രിസ്റ്റൻ സ്റ്റെപ്സ്, അതുപോലെ തന്നെ അസ്തർ പട്ടേൽ, ഓട്ടോ ശർമ്മ, അതുപോലെ തന്നെ യുവരാജ് നിഗം, അതുപോലെ നമ്മുടെ മിച്ചൽ സ്റ്റാർ, കുൽദീപ് യാദവ്, അതുപോലെ മോഹിത് ശർമ്മ, മുകേഷ് കുമാർ, ഇത്രയും പേരാണ് നമ്മുടെ മെയിൻലി പ്രോബബ്ലി കളിക്കാൻ ചാൻസുള്ളത്. പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമ്മുടെ സമീർ റിസി, കരുൺ നായർ, അതുപോലെ തന്നെ ദർശൻ നീൽകണ്ഠെ, അതുപോലെ തന്നെ തൊനാമൻ ഫെരേരിയ, അവനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പോസിബിലിറ്റി പ്ലേയിങ്ങിൽ നമ്മുടെ SRHലോട്ട് നോക്കുന്ന സമയത്ത് ട്രാവിസ് ഹെഡാണ്. ഞാൻ പിച്ച് പറഞ്ഞില്ല, പിച്ച് നമ്മുടെ ഡൽഹിയുടെ കേട്ടോ, ഹോം ഗ്രൗണ്ടാണ്. ട്രാവിസ് ഹെഡ്, അതുപോലെ തന്നെ അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ, ദെൻ നിതീഷ് കുമാർ റെഡ്ഡി, ഹെൻറിസ് ക്ലേസൻ, അതുപോലെ നമ്മുടെ അൻകിത് വർമ്മ, അതുപോലെ അഭിനവ് മനോഹർ, പാറ്റ് കുമിൻസ്, അതുപോലെ ഹർഷൽ പട്ടേൽ, മുഹമ്മദ് ഷമി, ആദം സാംബ, സമർജീത് സിംഗ്, അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമ്മുടെ ജയദേവ് ഉദനഖണ്ഡ്, ഫാസ്റ്റ് ബോളറാണ്. സച്ചിൻ ബേബി, അറിയാലോ, മലയാളി. ഇതിന് സേഷൻ അൻസാരി, പിന്നെ വിയാം മൾഡർ, ഇത്രയും പേരാണുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിച്ചിലുള്ള പ്ലെയേഴ്സിൻ്റെ സ്റ്റാറ്റ്സും അതുപോലെ തന്നെ എഗെയിൻസ്റ്റ് ഓരോ ടീം എഗെയിൻസ്റ്റ് ആയിട്ട് ഇപ്പോൾ DC പ്ലെയേഴ്സ് എഗെയിൻസ്റ്റ് SRH പോയിട്ട് SRH പ്ലെയേഴ്സ് എഗെയിൻസ്റ്റ് DC ആയിട്ട് നല്ല രീതിയിൽ റെക്കോർഡ്സ് ഉണ്ടാവുമല്ലോ. സോ ആ റെക്കോർഡ്സ് നമ്മളിവിടെ മെൻഷൻ ചെയ്യാൻ പോവുകയാണ്. സോ ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് ഈ ഒരു വീഡിയോയിൽ. സോ മസ്റ്റായിട്ട് അത് കാണാൻ ശ്രമിക്കുക. അതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ആപ്ലിക്കേഷൻസ് ആണ്. താല്പര്യമുള്ളവർ, ഡ്രീം ലോസ് ഉള്ളവർ ഈ ഭാഗം കാണുക. ഓക്കെ, ആദ്യം തന്നെ പറയാനുള്ളത് കുബേര ഫാൻറ്റസി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷനിൽ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ദാറ്റ് മീൻസ് ഡ്യുവോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 പ്ലെയേഴ്സ് ഉണ്ടാവും. നമ്മളെ നോർമൽ ഡ്രീമിൽ ഒരു ടീം ക്രിയേറ്റ് ചെയ്യുമ്പോൾ 22 പ്ലെയേഴ്സിൽ നിന്ന് 11 പ്ലെയേഴ്സിനെ ചൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ വെറും 5 പ്ലെയേഴ്സിനെ തരുള്ളൂ. 5 പ്ലെയേഴ്സിൽ നിന്ന് ഒരാൾ പിക്ക് ചെയ്തിട്ടുണ്ടാവും. ഓപ്പണൻറ്റ് അല്ലാത്ത ഒരാളെ നമ്മൾ പിക്ക് ചെയ്താൽ മതി. ടോട്ടലി 5 പ്ലെയേഴ്സ്, ഓപ്പണൻറ്റിന് ഒരാൾ പിക്ക് ചെയ്തു, ബാക്കി 4 പ്ലെയേഴ്സ്. ഈ 4 പ്ലെയറിൽ ആര് നന്നായി കളിക്കും, അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമ്മുടെ ഓപ്പണൻറ്റ് ജോസ് ബട്ട്ലറിനെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ജോസ് ബട്ട്ലറിനെക്കാട്ടിലും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ളത് ശുഭ്മാൻ
ഗില്ലായിരിക്കോ, സൂര്യകുമാർ യാദവ് ആയിരിക്കും, സായി സുദർശൻ ആയിരിക്കും, രോഹിത് ആയിരിക്കും, ആരായിരിക്കും, അത് നിങ്ങളുടെ ഒപ്പീനിയൻ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ പിക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോവാം. സോ അപ്പോൾ നിങ്ങൾ പിക്ക് ചെയ്ത ആളാണ് ഇവിടെ കൂടുതൽ പോയിന്റ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് വിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ഫ്യൂച്ചറാണ് നമ്മുടെ ഈ ഡ്യുവോ എന്ന് പറഞ്ഞുള്ളത്. ഇതുപോലെ തന്നെ ഡ്യുവോ പ്രോ ഉണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 പേരെ ഒരു സെറ്റായിട്ട് എടുക്കാൻ പറ്റും. ഇരു ടീമുകളിലും ഓരോരോ ആൾക്കാരെ വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ 2 ടീമും കൊളാഷാക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ സൂര്യകുമാറിനെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പുറത്ത് വേണമെങ്കിൽ റാഷിദ് ഖാനെ എടുക്കുക. ഇവർ 2 പേരുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. നിങ്ങൾ പിക്ക് ചെയ്ത 2 പ്ലേയേഴ്സ് ഉണ്ടല്ലോ, ഈ 2 പ്ലേയേഴ്സിൻ്റെ ടോട്ടൽ വെച്ചിട്ടായിരിക്കും അപ്പുറത്തും ഇതുപോലെ 2 പ്ലേയേഴ്സിനെ പിക്ക് ചെയ്തിട്ട് ഒരുത്തം വന്നിട്ടുണ്ടാവും. ഈ 2 പ്ലേയേഴ്സിൻ്റെയും ടോട്ടൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്നത് ഏത് ടീമിനാണ്. ഇപ്പം നിങ്ങൾ പിക്ക് ചെയ്ത ടീമിനാണെന്ന് വെച്ചാൽ നിങ്ങൾ സൂര്യകുമാർ, റാഷിദ് ഖാൻ 2 പേരായിട്ട് ഒരു ടീം ഇറക്കിയത്. അപ്പുറത്തുനിന്ന് വന്ന ശുഭ്മാൻ ഗില്ലും ദീപക് ചഹാറും ആയിട്ടായിരിക്കും. അപ്പോൾ ദീപക് ചഹാറിനും ശുഭ്മാൻ ഗില്ലിനും കൂടെ ടോട്ടൽ 200 പോയിന്റ്സേ ഉള്ളൂ. നിങ്ങൾ പിക്ക് ചെയ്ത സൂര്യകുമാറും റാഷിദ് ഖാനും 250 പോയിന്റ് എങ്കിൽ നിങ്ങൾ വിൻ ചെയ്തു. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന കിടിലൻ ഫീച്ചറുള്ള ഒരു ആപ്ലിക്കേഷനാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. 0 റുപ്പീസിന് 10,000 രൂപയ്ക്ക് ഡെയിലി ഗീവ് അവേ കൊടുക്കുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടെയാണ്. 39 രൂപയ്ക്ക് ജോയിൻ ചെയ്തതിന് 100% വിന്നിങ്സ്. അതായത് 39 രൂപ കൊടുത്തതിന് മിനിമം 29 രൂപ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് പൈസ അവിടെ ലോസ് ആവുന്നില്ല. നമ്മുടെ ഡ്രീം ലെവലിലൊക്കെ ആണെങ്കിൽ പകുതി പേർക്കേ വിന്നിങ് ഉള്ളൂ. ഇപ്പോൾ 62% ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ 49 രൂപ കൊടുക്കുകയാണെങ്കിൽ 62% പേർക്കേ ഉള്ളൂ. ഇപ്പോൾ 6 ലക്ഷം പേര് കളിക്കുകയാണെങ്കിൽ 4 ലക്ഷം പേർക്കേ പ്രൈസ് കിട്ടുള്ളൂ. ബാക്കി 2 ലക്ഷം പേര് പുകയാണ്. അല്ല ഞാൻ പറഞ്ഞത്. ഇതേപോലെ തന്നെ അടുത്ത പറയാനുള്ളത് മൈ മാസ്റ്റർ 11 എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ്. ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 രൂപയ്ക്ക് 47 രൂപയുടെ കോൺടെസ്റ്റ് ജോയിൻ ചെയ്യാൻ പറ്റും. സത്യമാണ്. നിങ്ങൾ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കിക്കോ. എനിക്കിവിടെ 47 കാണിക്കുന്നത്, എൻ്റെ കാണിക്കുന്നത് പറഞ്ഞാൽ നിങ്ങൾ നോക്കരുത്. നിങ്ങൾക്ക് 1 രൂപയ്ക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. 47 രൂപയ്ക്ക് നിങ്ങൾ 1 രൂപ കൊടുത്ത് ജോയിൻ ചെയ്ത് തന്നെ മിനിമം നിങ്ങൾക്ക് എന്തായാലും 40 രൂപ അല്ലെങ്കിൽ ഒരു 50 രൂപയൊക്കെ തിരിച്ച് കിട്ടും. കാരണം എനിക്ക് നല്ല അനുഭവമുള്ളതാണ്. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ അതിന് വേണ്ടി കുറച്ച് മത്സരങ്ങൾ ഇതവിടെ കളിച്ച് നോക്കിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, 45 രൂപ, 1 രൂപ കൊടുത്ത് 45 രൂപ കിട്ടിയത്. അതുപോലെ തന്നെ ഇതപ്പുറത്ത് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ 1 രൂപ കൊടുത്ത് എനിക്ക് 50 രൂപ കിട്ടി. അങ്ങനെ നമുക്ക് പൈസ കിട്ടും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. നല്ല ഫീച്ചറുള്ള ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ്. സോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അടുത്തതായിട്ട് പറയാനുള്ള ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചോയ്സ് 11 എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. ഇതിലെന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കുബേരെ കാണിച്ചു തന്നില്ലേ ഡ്യൂ ഓപ്ഷൻ, അത് ഇവിടെ കോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ട്രൈ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇതും ട്രൈ ചെയ്യാം. ഇതിലും നല്ല പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യമുണ്ട്, ഡെയിലി ഗീവേഴ്സും കൊടുക്കുന്നുണ്ട്. ഇവന്മാർക്കും വട്ടാണ്. ഇത് കണ്ടില്ലേ, ഫ്രീ ആണ്. ഫ്രീ 1 രൂപ കൂടെ കൊടുക്കണ്ട, വെറുതെ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. കിട്ടുകയാണെങ്കിൽ 40% വിന്നിങ് ഉണ്ട്. കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, പോവുകയാണെങ്കിൽ പോട്ടെ. പൈസയൊന്നും കൊടുക്കണ്ടല്ലോ, വെറുതെ അല്ലേ. പിന്നെ അതുപോലെ തന്നെ ഫോക്കസിൽ വേണം. തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട അടുത്തൊരു ആപ്ലിക്കേഷനാണ്. നമ്മുടെ ലിങ്ക് വഴി കയറുകയാണെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ആപ്ലിക്കേഷനിലും നിങ്ങൾക്ക് ക്യാഷ് ബോണസ് കിട്ടുന്നതായിരിക്കും. ബോണസ് വെച്ചും കളിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ഫ്രീ ആയിട്ട് ഗിവ് ചെയ്തതുണ്ട്. 0 റുപ്പീസിന് ജോയിൻ ചെയ്തതിന് ഏകദേശം 1000 പേർക്ക് പ്രൈസ് കൊടുക്കുന്നുണ്ട്. 40,000 പേരിൽ. വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പൈസ നഷ്ടമൊന്നുമില്ലല്ലോ, വെറുതെ ജോയിൻ ചെയ്ത് നോക്ക്. പിന്നെ XL11 ഉണ്ട്. ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റിയൊക്കെ ഒരു വീഡിയോ തന്നെ ഞാൻ ചെയ്യുന്നുണ്ട്. കാരണം അത്രയും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അതുപോലെ ഡെയിലി ഗീവേഴ്സ് 25,000 രൂപയുടെ ഫ്രീ ഗീവേ ഇവിടെയുണ്ട്. സോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ ആപ്ലിക്കേഷനിലും ഗീവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. വിഷൻ 11 ഉണ്ട്. എല്ലാ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരാം. ആദ്യം തന്നെ DC പ്ലേയേഴ്സിൻ്റെ സ്റ്റാറ്റ്സ് ആണ് പറയാൻ പോകുന്നത്. ആദ്യം തന്നെ ഫാഫ് ഡുപ്ലിസിയാണ്. റീസെൻ്റ് ആയിട്ട് 5 മത്സരങ്ങളാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വെന്യൂലുള്ള സ്റ്റാറ്റ്സ് 3 ഇന്നിങ്സ് കളിച്ച് 118 റൺസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ആവറേജ് സ്കോർ ഉണ്ടോ, ഏകദേശം 30, 35, 40 റൺസ് എടുത്ത് ആവറേജ് സ്കോർ ഉണ്ട്. അഗെയിൻസ്റ്റ് SRH ആയിട്ട് അദ്ദേഹത്തിന് 18 ഇന്നിങ്സ് കളിച്ച് 571 റൺസും ആവറേജ് ഉണ്ട്. മിനിമം എങ്ങനെ പോയാലും 40 റൺസ് ആവറേജ് അദ്ദേഹത്തിന് ഈ പിച്ചിലും അഗെയിൻസ്റ്റ് ആയിട്ടുണ്ട്. സോ മസ്റ്റ് പിക്ക്. ദെൻ ഫ്രൻസറാണ്. ഫ്രൻസറിനെ പറ്റി പറയുന്ന സമയത്ത് അദ്ദേഹം 1 മത്സരം കളിച്ചുള്ളൂ. അഗെയിൻസ്റ്റ് SRH ആയിട്ട് അതിൽ 65 റൺസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അഭിഷേക് പോരലാണ്. അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ എഗെയിൻസ്റ്റ് SRH ആയിട്ട് 42 റൺസ് എടുത്തിട്ടുണ്ട്. 1 മത്സരം കളിച്ചിട്ടുള്ളൂ. പിന്നെ KL രാഹുലാണെങ്കിൽ എഗെയിൻസ്റ്റ് SRH ആയിട്ട് 457 റൺസ് 13 മത്സരങ്ങളിലാണ്. പെർ മാച്ച് എങ്ങനെ പോയാലും 50 റൺസിൻ്റെ അടുത്തോളം വരും. 40-45 റൺസോളം വരും. അതുപോലെ തന്നെ അസ്തർ പട്ടേലാണ്. അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ എഗെയിൻസ്റ്റ് SRH ആയിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് 203 റൺസ് എടുത്തിട്ടുണ്ട്. അതും 19 ഇന്നിങ്സിൽ. അതുകൂടാതെ 17 വിക്കറ്റും എടുത്തിട്ടുണ്ട്. ദെൻ ട്രിസ്റ്റൻ സ്റ്റബ്സ് ആണ്. ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ എഗെയിൻസ്റ്റ് SRH ആയിട്ട് അദ്ദേഹം 2 ഇന്നിങ്സ് കളിച്ച് വെറും 12 റൺസ് എടുത്തിട്ടുള്ളൂ. ദെൻ ഓട്ടോ ശർമ്മ റീസെൻ്റ് ആയിട്ട് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു വ്യക്തിയാണ്. 66 റൺസാണ് എടുത്തിട്ടോ ലാസ്റ്റ് ഒരു മത്സരം. അതുപോലെ തന്നെ എഗെയിൻസ്റ്റ് SRH ആയിട്ട് 2 ഇന്നിങ്സ് കളിച്ച് 37 റൺസിൻ്റെ ആവറേജേ ഉള്ളൂ. പിന്നെ വിബ്രാജ് നിഗം ഇദ്ദേഹത്തെ പറ്റി പറയുന്ന സമയത്ത് എഗെയിൻസ്റ്റ് SRH ആയിട്ടൊന്നും പ്ലേ ചെയ്തിട്ടില്ല. കഴിഞ്ഞ മത്സരം 39 റൺസ് 1 വിക്കറ്റും അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മിച്ചൽ സ്റ്റാർക്ക്
എഗെയിൻസ്റ്റ് SRH ആയിട്ട് 6 ഇന്നിങ്സ് കളിച്ച് 8 വിക്കറ്റ് എടുത്തതിന് മസ്റ്റ് പിക്കാണ്. ദെൻ കുൽദീപ് യാദവ് ആണെങ്കിലും 14 മത്സരം എഗെയിൻസ്റ്റ് കളിച്ച് 16 വിക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. സോ കുൽദീപ് യാദവ് മസ്റ്റ് പിക്കാണ്. മോഹിത് ശർമ്മ 13 മത്സരമാണ് എഗെയിൻസ്റ്റ് SRH ആയിട്ട് ഏറ്റുമുട്ടിയിട്ടുള്ളത്, 21 വിക്കറ്റ്സ് അദ്ദേഹം എടുത്തിട്ടുണ്ട്, മസ്റ്റ് പിക്ക്. ദെൻ മുകേഷ് കുമാറിനെ പറ്റി പറയുന്ന സമയത്ത് 3 മത്സരം അഗെയിൻസ്റ്റ് SRH കളിച്ചിട്ട് 1 വിക്കറ്റ് എടുത്തിട്ടുള്ളൂ. ദെൻ ഇനിയിപ്പോൾ പറയാൻ പോകുന്നത് SRH പ്ലേയേഴ്സിൻ്റെ സ്റ്റാറ്റ്സ് ആണ്. അതിൽ ട്രാവിസ് ഹെഡിനെ പറ്റി പറയുന്ന സമയത്ത് അദ്ദേഹം എഗെയിൻസ്റ്റ് DC ആയിട്ട് 2 മത്സരവും കളിച്ചത് 91 റൺസ് കൊടുത്തിട്ട് 2 വിക്കറ്റും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അഭിഷേക് ശർമ്മയാണെങ്കിലും 7 ഇന്നിങ്സ് എഗെയിൻസ്റ്റ് DC ആയി കളിച്ച് 133 റൺസ് എടുത്തിട്ട് 2 വിക്കറ്റും എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇഷാൻ കിഷനാണ് 16 ഇന്നിങ്സ് എഗെയിൻസ്റ്റ് ആയിട്ട് SRH ആയിട്ട് കളിച്ചിട്ടുണ്ട്, 527 റൺസ് എടുത്തിട്ടുണ്ട്, 44 റൺസ് പെർ മാച്ച് ആവറേജ് സ്കോർ ആയിട്ടുണ്ട്, മസ്റ്റ് പിക്ക്. അതുപോലെ തന്നെ നിതീഷ് കുമാർ റെഡ്ഡി മറ്റേവൻ, അവനെ പറ്റി പറയുമ്പോൾ എഗെയിൻസ്റ്റ് DC ആയിട്ട് 1 മത്സരം കളിച്ചുള്ള 37 റൺസ് എടുത്തിട്ട് 2 വിക്കറ്റും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെൻറി സ്ട്രൈസൻ എഗെയിൻസ്റ്റ് DC ആയിട്ട് 4 ഇന്നിങ്സ് കളിച്ച് 102 റൺസ് എടുത്തിട്ടുണ്ട്, പെർ മാച്ച് അങ്ങനെ പോലെ 25 റൺസ് ആവറേജ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അഭിനവ് മനോഹർ, അദ്ദേഹത്തെ പറയുന്ന സമയത്ത് എഗെയിൻസ്റ്റ് DC ആയിട്ട് 3 ഇന്നിങ്സ് കളിച്ച് 35 റൺസ് എടുത്തിട്ടുള്ളൂ. പാറ്റ് കുമ്മിൻസ് ആണെങ്കിലും എഗെയിൻസ്റ്റ് DC ആയിട്ട് 5 മത്സരം കളിച്ച് 6 വിക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹർഷൽ പട്ടേൽ 12 ഇന്നിങ്സ് ആണ് എഗെയിൻസ്റ്റ് DC ആയിട്ട് കളിച്ചിട്ടുള്ളത്, 13 വിക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. അദ്ദേഹം നോക്കി വെക്കേണ്ട ഒരു പ്ലെയറാണ്. മുഹമ്മദ് ഷമി 9 ഇന്നിങ്സ് എഗെയിൻസ്റ്റായി കളിച്ച് 17 വിക്കറ്റ്സ് എഗെയിൻസ്റ്റ് SRH ആയിട്ട് എടുത്തിട്ടുണ്ട്. സോ SRH ബാറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 3-4 വിക്കറ്റ്സ് പോയി കഴിഞ്ഞാൽ ചടപടന്ന് പോകും. അപ്പോൾ എന്ത് ചെയ്യണം, ഓപ്പോസിറ്റ് പ്ലെയേഴ്സ് ഫാസ്റ്റ് ബോളേഴ്സ് ഡെത്തിൽ എറിയുന്നവന്മാരെ കൊണ്ടുവന്ന് ടീമിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പോയിന്റ് കയറും. ടിപ്പല്ലേ, വെച്ചോ. ഇതിന് സംപ്രജിത് സിംഗ്, അദ്ദേഹം ആണെങ്കിൽ 1 ഇന്നിങ്സ് കളിച്ച് 2 വിക്കറ്റാണ് എഗെയിൻസ്റ്റ് DC ആയിട്ട് എടുത്തിട്ടുള്ളത്. ആദം സാംബ എഗെയിൻസ്റ്റ് ആയിട്ട് 3 ഇന്നിങ്സേ കളിച്ചിട്ടുള്ളൂ, അതിൽ 10 വിക്കറ്റ് എടുത്തിട്ടുണ്ട്, മസ്റ്റ് പിക്ക്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ സ്പിന്നേഴ്സിന് ചില സമയത്ത് ഇവിടെ സപ്പോർട്ടീവ് ആവാറുണ്ട്. സോ എന്തായാലും അതൊന്ന് പരിഗണിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീം ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ SRH വേഴ്സസ് നമ്മുടെ മാച്ചവിടെ ഡൽഹി വേഴ്സസ് HRS തമ്മിലുള്ള മത്സരത്തിൻ്റെ ടീം ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ക്ലേസൻ എടുക്കാം. അതുപോലെ തന്നെ ഇഷാൻ കിഷൻ, KL രാഹുൽ ഒക്കെ ഉണ്ട്, ഒക്കെ നിങ്ങളുടെ ഓപ്ഷൻ വെച്ച് എടുത്തോളൂ. ഞാൻ ചൂസ് ചെയ്യുന്നുണ്ട്. ആദ്യം നമ്മൾ കുൽദീപ് യാദവിനെ എടുത്തിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ സാംബ കളിക്കാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്, സോ അദ്ദേഹത്തെയും നമ്മൾ എടുത്തിട്ടുണ്ട്. മിച്ചൽ സ്റ്റാർക്കിനെയും ഞാനിവിടെ എടുത്തിട്ടുണ്ട് തൽക്കാലം. അതുപോലെ തന്നെ ഓൾറൗണ്ടേഴ്സിലാണെങ്കിൽ അസ്തർ പട്ടേലിനെയും അതുപോലെ തന്നെ അഭിഷേക് ശർമ്മേനെയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതുപോലെ ബാറ്റിങ്ങിലാണെങ്കിൽ ട്രാവിസ് ഹെഡിനെ നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ട്. ഫാഫ് ഡുപ്ലിസി നല്ല റെക്കോർഡ്സ് ഉള്ള ഒരു പ്ലെയറാണ്. പിന്നെ നമുക്ക് അവിടെ നിൽക്കട്ടെ, പിന്നെ KL രാഹുലും ഇഷാൻ കിഷനെയാണ് നമ്മളിവിടെ ചൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഒരാളെ കൂടെ എടുക്കാനുള്ള നമുക്ക് ചാൻസ് ഉണ്ട്. നിതീഷ് കുമാർ റെഡ്ഡിയെ വേണമെങ്കിൽ അദ്ദേഹത്തെ എടുക്കാം, അത് നിങ്ങളുടെ ഓപ്ഷനാണ്. ഇപ്പോൾ നമ്മുടെ ടീം നോക്കുന്ന സമയത്ത് ഇവിടെ SRHൽ ഒരു ബൗളിംഗ് കുറവ് പോലെയുണ്ട്. സോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ഷമീനെ ഇൻക്ലൂഡ് ചെയ്യാം. കാരണം ഞാൻ ഷമിക്ക് നല്ല രീതിയിൽ റെക്കോർഡ്സ് ഉണ്ട് പറഞ്ഞ പോലെ തന്നെ മോഹിത് ശർമ്മയ്ക്കും നല്ല രീതിയിൽ റെക്കോർഡ്സ് ഉണ്ട്. ഫൈനൽ ലൈനിൽ പോകുന്നതിനാൽ ഇതൊന്നുമല്ല, ഒരു വെറൈറ്റി ടീമായിരിക്കും നമ്മുടെ വരുന്നത്. ക്യാപ്റ്റൻസി ആർക്ക് കൊടുക്കും, വൈസ് ക്യാപ്റ്റൻസി ആർക്ക് കൊടുക്കുന്നതായിരിക്കും ഒരു ഡൗട്ട്. തീർച്ചയായിട്ടും നമ്മുടെ മുഹമ്മദ് ഷമിയുടെ ആയിരുന്നു 1-2 വിക്കറ്റ്സ് പ്രതീക്ഷിക്കാം. സോ അതുകൊണ്ട് നമുക്ക് വൈസ് ക്യാപ്റ്റനായിട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ ക്യാപ്റ്റൻസി ആയിട്ട് ആരെ ഇട്ട് കൊടുക്കുന്ന എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാകും. ഇഷാൻ കിഷൻ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്, KL രാഹുലും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അത് നിങ്ങളുടെ ഒരു ലെവൽ അനുസരിച്ചിട്ട് നിങ്ങൾ ടീം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒന്ന് സെറ്റ് ചെയ്യുക. ട്രാവിസ് ഹെഡ് ആണെങ്കിലും ഫാഫ് ഡുപ്ലിസി ആണെങ്കിലും ഒക്കെ നല്ല ഓപ്ഷനാണ്. ഞാൻ കൂടുതലും ഇപ്പോൾ KL രാഹുലിനെയാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ടീം ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. ടീം ഒന്ന് നോക്കാം. KL രാഹുൽ, ഇഷാൻ കിഷൻ, ക്ലേസൻ, ഫാഫ് ഡുപ്ലിസി, ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ, അതുപോലെ അസ്തർ പട്ടേൽ, മിച്ചൽ സ്റ്റാർക്ക്, മുഹമ്മദ് ഷമി, കുൽദീപ് യാദവ്, ആദം സാംബ, ഇത്രയും പേരാണ് നമ്മുടെ ടീമിലുള്ളത്. സോ ജസ്റ്റ് ഒരു പ്രിവ്യൂ വീഡിയോ ആണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഫ്രീ ആയിട്ട് ഗീവേഴ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്ന കണ്ടില്ലേ. ഞാനിവിടെ കയറാൻ പോവുകയാണ്. ₹1 കൂടെ കൊടുക്കണ്ട, ജോയിൻ ചെയ്തു. സിമ്പിളാണ്. ₹0 ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 5000 കിട്ടും. എന്താ ഇപ്പം നഷ്ടം? 5000 രൂപയുടെ ഫ്രീ ഗിവ് ആണ്. തീർച്ചയായും ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ഡൗൺലോഡ് ചെയ്യാത്തതാണെങ്കിൽ തീർച്ചയായും ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് തന്നെ വേഗം ജോയിൻ ചെയ്തോ. കാരണം ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നതായിരിക്കും. അടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രണ്ട്സ്.